നമസ്കാരം. മോർണിംഗ് ന്യൂസ്. യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ അനുസ്മരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. അർദ്ധരാത്രി മുതൽ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. പ്രാർത്ഥനയും വ്രതശുദ്ധിയും നിറഞ്ഞ 50 നോമ്പ് ദിനങ്ങൾ കടന്നാണ് ക്രൈസ്തവർ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ആഘോഷിക്കുന്നത്. ലോകത്തിന്റെ പാപഭാരം ചുമലിലേറ്റി കുരിശുമരണം വരിച്ച ക്രിസ്തു 3-ാം നാൾ പുനരുദ്ധാനം ചെയ്തതിന്റെ ഓർമ്മ പുതുക്കലാണ് ഈസ്റ്റർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പും സ്വർണ്ണക്കടത്തും പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വർണ്ണക്കടത്തിന്റെ ശൃംഖല ഏത് ഓഫീസ് വരെ എത്തിയെന്ന് എല്ലാവർക്കും അറിയാമെന്നും കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുടെ പേര് ഉയർന്നുവെന്നും അഴിമതിക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മോദി വ്യക്തമാക്കി. ED പിടിച്ചെടുത്ത പണം നിക്ഷേപകർക്ക് തിരികെ നൽകുമെന്നും പുതിയ BJP സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം നിയമസാധ്യതകൾ തേടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിലെ BJP പ്രവർത്തകരോട് ഓൺലൈനിൽ സംവാദിക്കുകയാണ് പ്രധാനമന്ത്രി കരുവന്നൂർ കേസ് പരാമർശിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കേരളത്തിലെ കാര്യകർത്താക്കളുമായി സംവദിച്ചതായിരുന്നു പ്രധാനമന്ത്രി. കേന്ദ്ര സർക്കാർ പദ്ധതികളെ പറ്റി ഓരോ വീട് തോറും കയറി ഇറങ്ങി പ്രചാരണം നടത്തണമെന്നും ബൂത്ത് തലത്തിൽ കോർഡിനേഷൻ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും മോദി പറഞ്ഞു. IPL-ൽ ലക്നൗ സൂപ്പർ ജയന്റ്സിന് ആദ്യ ജയം. പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിൽ 21 റൺസിന്റെ ജയമാണ് ലക്നൗ സ്വന്തമാക്കിയത്. ലക്നൗ ഏകനൌ സ്റ്റേഡിയത്തിൽ 200 റൺസ് വിജയലക്ഷ്യത്തിൽ പിന്തുടർന്ന പഞ്ചാബിന് 5 വിക്കറ്റ് നഷ്ടത്തിൽ 178 റൺസ് എടുക്കാൻ സാധിച്ചത്. ലക്നൌവിന് വേണ്ടി മയങ്ക് യാദവ് 3 വിക്കറ്റ് എടുത്തു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ലക്നൌവിന് ഡീകോ 38 പന്തിൽ 54 റൺസ്, നിക്കോളസ് പുരൻ 21 പന്തിൽ 42 റൺസ്, കൃണാൽ പാണ്ഡ്യ 22 പന്തിൽ പുറത്താവാതെ 43 റൺസ് എന്നിവരുടെ ഇന്നിംഗ്സ് ആണ് മികച്ച സ്കോർ സമ്മാനിച്ചത്. സാം കറൻ 3-ഉം അർഷ്ദീപ് സിംഗ് 2 വിക്കറ്റും വീഴ്ത്തി. ശിഖർ ധവാനാണ് പഞ്ചാബിന്റെ ടോപ്പ് സ്കോറർ, 50 പന്തിൽ 70 റൺസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.